സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockers 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് സത്യങ്ങൾ ഒളിച്ചു കിടപ്പുണ്ട്. അത് ഒന്നൊന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയണം. ബിഗ് ബോസ് ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജാസ്മിൻ ഇന്ന് നോറേൻ്റെ കൂടെ ഒരു വെടിക്കെട്ട് അടി നടക്കുന്നുണ്ട്. എന്തിനെ തുടർന്ന അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ കുറിച്ച് ഒരുപാട് ദിവസമായിട്ട് നോറ കുറ്റം പറയുന്നുണ്ട്. ഒരു കുറ്റം എന്ന് എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ജാസ്മിൻ്റെ വാപ്പ എന്ന് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ, ജാസ്മിൻ്റെ വാപ്പയ്ക്ക് വയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ജാസ്മിനോട്. ആ കാര്യം വെച്ചിട്ടാണ് നോറ ഒരു ദിവസം ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്: ഉപ്പയ്ക്ക് വയ്യ എന്നറിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ മേക്കപ്പ് ഇട്ട് അവൾ തുള്ളിക്കോണ്ട് നടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഇതൊക്കെ ജാസ്മിൻ അറിയുന്നുണ്ട്. ഇത്രയും ദിവസം റിയാക്ട് ചെയ്യാത്ത ജാസ്മിൻ ഇന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വിളിച്ചു കൂവുകയാണ്, ബെല്ലും ബ്രേക്കും ഒക്കെ ഇല്ലാണ്ട്. നോറയാണെങ്കിൽ ഒന്നും റിയാക്ട് ചെയ്യണം അങ്ങനത്തെ നിൽപ്പുണ്ട്. പക്ഷേ ജാസ്മിൻ ഒരുപാട് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ വിളിച്ചു പോകുന്നു. അങ്ങനെ ലാസ്റ്റ് നോറ റിയാക്ട് ചെയ്യണം. നോറ പറയുകയാണ് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ വീണ്ടും എരിയേറ്റാണ്. അങ്ങനെ ഒരു ബമ്പൻ അടി നടക്കുകയാണ്. ലാസ്റ്റ് ജാസ്മിൻ്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വായും കൊണ്ട് ജാസ്മിൻ അറിയാണ്ട് പറഞ്ഞു പോയി. ആ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നോറ, നിന്നെക്കുറിച്ച് എനിക്ക് കുറേ കാര്യം പുറത്തറിയാം, ഞാനും പറയട്ടെ ബിഗ് ബോസ് വീട്ടിൽ എന്നൊരു സൂചന കൊടുക്കുന്നുണ്ട്. ഈ സൂചനയിൽ കേട്ട ഉടനെ നോറേൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അത് മാത്രമല്ല, പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നോറയും ജാസ്മിനും പുറത്ത് ഭയങ്കര സുഹൃത്തുക്കളാണെന്നും അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ഗെയിം പ്ലാനുമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇനി ഇവരുടെ സ്ട്രാറ്റജി ആണോന്നും അറിയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അടി കൂടുന്നതാണോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. എന്തോ ഇതിലൊരു ദുരൂഹത ഒളിച്ചിരിപ്പുണ്ടെന്ന് മാത്രം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എന്തായാലും ഇനിയും വരുന്ന നാളിൽ ജാസ്മിൻ്റെ വെല്ലും ബ്രേക്കും ഇല്ലാത്ത വായികളെല്ലാം വിളിച്ചു പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ. ലൈവ് കാണാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.